ശക്തമായ നിലകൊള്ളാൻ പാർലമെൻറ്റിൽ അത് LF-നാണ് സാധിക്കുക, ഇന്ത്യയിലെ ലെഫ്റ്റ് ഫ്രണ്ടിനാണ് സാധിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ CPM-ന് കഴിഞ്ഞാൽ ജയിച്ചു. പക്ഷെ കഴിയണം. അത് അത്ര എളുപ്പമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് CPM-ന് ഭരണമുള്ളതെന്ന് ഓർക്കണം. പശ്ചിമ ബംഗാളിൽ CPM-ന്റെ കുത്തക തകർന്നു. ത്രിപുര CPM-ന്റെ നേതൃത്വം അവിടെ പരാജയപ്പെട്ടു. ബീഹാർ, അതുപോലെ ഉത്തർപ്രദേശ്, പല സംസ്ഥാനങ്ങളിലും, പഞ്ചാബ്, പല സംസ്ഥാനങ്ങളിലും CPM ഉണ്ടായിരുന്നാണല്ലോ. അവിടെയൊക്കെയും ക്ഷയിച്ചു. അതാണ് CPM-ന് പറ്റിയ ഒരു വലിയ അപജയം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ. പക്ഷെ ഞാൻ കേരളത്തിലെ കാര്യം പറയാം. നമ്മൾ കേരളമാണല്ലോ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിൽ രണ്ട് കൊടുമുടികൾ പോലെ ഈ രണ്ട് മുന്നണികൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു സ്പേസ് കാണാൻ കഴിയും എന്നാണ് ബഹുമാനപ്പെട്ട BJP വക്താവ് സിന്ധുമോൾ പറയുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സിന്ധുമോൾ ഓർക്കണം, അത് രാമജന്മഭൂമിയിലെ മോസ്ക് തട്ടിത്തകർത്തിട്ട് അതിനെ നശിപ്പിച്ചിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതത് കൊണ്ട് ചിലപ്പോ ഉത്തരേന്ത്യയിൽ കുറച്ച് വോട്ടുകൾ നിങ്ങൾക്ക് കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ അത് കഴിയുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. മുമ്പൊരിക്കൽ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ, 80-20, 80% ഹിന്ദുക്കളും 20% മുസ്ലിങ്ങളും, ആ 20% ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ബഹുമാനപ്പെട്ട സിന്ധുമോൾ ഒരു കാര്യം ഓർക്കണം, കേരളത്തിൽ BJP-യെ ചേർക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെക്കാൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ്. കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, അതേപോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹം, ആ സമൂഹമാണ് BJP ചേർക്കുന്നത്. അവിടേക്കാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഹിന്ദുത്വ എന്ന് നികേഷ് പറഞ്ഞത് 100% ശരിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് BJP ഇന്ത്യ മഹാരാജ്യത്ത് പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? ശ്രീ ജേക്കബ് ജോർജ്, അതോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, CPIM-ന്റെ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ജേക്കബ് ജോർജ്, അതോട് ചേർത്ത് വെക്കേണ്ടതാണ് CPIM-ന്റെ കമ്മ്യൂണിക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഹിന്ദുത്വയെ നേരിടാനായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്താണ്? കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ. മധ്യപ്രദേശിൽ സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു പെയിൽ സാഫ്രൺ, അതിലേക്ക് പോയി കഴിയുമ്പോൾ തകർന്നു വീഴുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ അതിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ഞങ്ങൾക്കുമുണ്ട് അതിൽ ഞങ്ങളുടേതായ ഒരു റോൾ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കിയിട്ട് തോറ്റമ്പിയത് നമ്മൾ കണ്ടതല്ലേ. മധ്യപ്രദേശിൽ കണ്ടില്ലേ, ഛത്തീസ്ഗഡിൽ കണ്ടില്ലേ, രാജസ്ഥാനിൽ കണ്ടില്ലേ. അപ്പോൾ കോൺഗ്രസിന് പാളിയ ഒരു രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. ഹിന്ദുക്കൾ മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് പ്രാണപ്രതിഷ്ഠാവേളയിൽ പലയിടങ്ങളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കാണുകയല്ലേ ശ്രീ ജേക്കബ് ജോർജ്? 2019 അതേ സാഹചര്യമാണോ ഇപ്പോഴും? അതെ സുജയ, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച അങ്ങേയറ്റം സുതാര്യമായ സുന്ദരമായ ഒരു മതേതര ചിന്ത ഇന്ന് കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. അന്ന് അദ്ദേഹം വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് IIT-കളും IIM-കളും DRDO പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അമ്പലം ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ. ഒരു ക്ഷേത്രത്തിനും പ്രാണപ്രതിഷ്ഠ നടത്താൻ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തയ്യാറായില്ല. അദ്ദേഹം ഇന്ത്യൻ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു, ജനകീയനായ പ്രധാനമന്ത്രിയായിരുന്നു, എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിരുന്നു. ഒരു ഹിന്ദുത്വയും അദ്ദേഹം കൂട്ടുപിടിച്ചില്ല. ഇന്ന് കോൺഗ്രസ് സോഫ്റ്റ് ഹിന്ദുത്വമായി കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ കഷ്ടം എന്നേ പറയുള്ളൂ. ശരി, ശ്രീ സമ്പത്ത് നോക്കൂ, ഇടതുപക്ഷം ഒരു ശക്തമായ ബ്ലോക്കായി നിലകൊള്ളണം എന്നുള്ള ഒരു നിലപാട് കേരളത്തിലെ മതേതര വോട്ടർമാരുടെ മുമ്പിൽ വെക്കണമെങ്കിൽ അതിനുള്ള ശക്തി യഥാർത്ഥത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷം തിരിച്ചറിയുന്നു. ഇപ്പോൾ ബംഗാളിൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു സീറ്റ് ധാരണയിലേക്ക് ഇതിനകം പോയിട്ടുണ്ട്. പ്രാദേശിക കക്ഷികൾ മുഖ്യ ശക്തിയായിട്ടുള്ള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ പ്രാദേശിക കക്ഷികൾ ഇപ്പോൾ DMK ആയിട്ടൊരു സഖ്യം, മുന്നണി സഖ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് മുഖ്യ ശക്തിയായിട്ടുള്ള ഇടങ്ങളിൽ സീറ്റ് ധാരണയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ കോൺഗ്രസ് ഞെരുക്കുകയാണ് എന്നും തോൽവിക്ക് കോൺഗ്രസ് തന്നെയാണ് പ്രധാനമായും കാരണക്കാരാകുന്നത് എന്നുള്ള വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ
കണ്ടിട്ടുള്ളതാണ്. You are watching Reporter Evening Show.